അഴകേ മലയാളം തേനോളം മധുരം മലയാളം കായൽ കടലുള്ള മലയാളം പൂവും പുഴയുള്ള മലയാളം. എൻ്റെ കയ്യിലുള്ള ഈ സംഗീതോപകരണം ഉടുക്ക് ഉടലാകൃതി ഉള്ളത് കൊണ്ടാണത്രേ ഉടുക്കെന്ന് പേര് വരാൻ കാരണം. ആദ്യകാലങ്ങളിൽ മണ്ണുകൊണ്ടും പിന്നെ മരങ്ങൾ കൊണ്ടും ലോഹയുഗം വന്നപ്പോൾ ലോഹങ്ങൾ കൊണ്ടും നിർമ്മിക്കപ്പെട്ടു. ഉടുക്കിന്റെ വലത് ഭാഗത്തൊരു ശബ്ദമാണ്, ഇടത് ഭാഗത്തൊരു ശബ്ദമാണ്. വലത് ഭാഗത്ത് ലക്ഷം പ്രാവശ്യങ്ങൾ കൊട്ടി ശബ്ദബീജികളെ തരംതിരിച്ചെടുത്ത ഭാഷയാണത്രേ സംസ്കൃതം. അങ്ങനെ ഇടത് ഭാഗത്ത് കൊട്ടി ഉണ്ടാക്കിയെടുത്ത ഭാഷയാണ് പാലി. 7 തരം പാട്ടുകൾ പാടാൻ ഉപയോഗിക്കുന്ന സംഗീതോപകരണമാണ് ഉടുക്ക്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഢമരു. ഢും ഢും എന്ന ശബ്ദം ഉള്ളത് കൊണ്ടാണ് അത്രേ ഉടുക്കിനെ ഢമരു എന്ന് പേര് വരാൻ കാരണം. ഉടുക്കിനേക്കാളും പഴമയേറിയ സംഗീതോപകരണമാണ് കോടങ്കി ഉടുക്ക്. കൈരേഖ, മുഖലക്ഷണ ശാസ്ത്രം നോക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോടങ്കി ഉടുക്ക്. ഇതിൻ്റെ മോഡൽ, ഇതിൻ്റെ മാതൃക കണ്ടിട്ടാണ് ഇന്ന് കാണുന്ന എല്ലാ സംഗീതോപകരണങ്ങളും ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നത്. ഈ സംഗീതോപകരണം കിടിമുടി കഥയാണ്. ശിവൻ ഉടുക്കിനെ രണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കിടിമുടിയായി മാറി എന്ന് പറയപ്പെടുന്നു. ചെണ്ടയുടെയും തിമിരയുടെയും നാദമാണ് ഇതിൽ ഉണർന്നു വരുന്നത്. എഴുന്നള്ളത്തിനാണ് ഉപയോഗിക്കുന്നത്. കടും തുടി, ഉടുക്കുകൊട്ടി ശിവൻ കൈലാസത്തിൽ നൃത്തമാടി എന്നൊരു ചരിത്രമുണ്ട്. അങ്ങനെയാണ് അത്രേ നടരാജൻ എന്ന പേര് ശിവനെ കൈവന്നത്.